നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീലി അവൾ തന്നെ കണ്ടിട്ടും മനഃപൂർവ്വം തിരിഞ്ഞോക്ക അനുഭവിക്കേണ്ടി വന്നാ പിന്നെ നാൽപ്പാട ചെറിയ തമ്പുരാന്റെ സ്ഥാനത്തെ ഈ ഉമ്മറത്ത് നിരന്നിരിക്കുന്നവർക്കൊപ്പമായിരിക്കും. അവൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ചുമലിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന മരിച്ചവരുടെ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജിത്തുവിനെ നോക്കി പറഞ്ഞതും പോവാം. തനിക്ക് തൊട്ടുപുറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ ജിത്തുവിന്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. അവൻ ഗോവണിയുടെ കൈവരിൽ പിടിമുറുക്കിക്കൊണ്ട് ഒരു തരി പോലും ഇറങ്ങാൻ കഴിയാതെ നിന്നുപോയി. ഇന്ദ്രൻ അവനെ തോൾ വെച്ച് തട്ടിക്കൊണ്ട് ഗോവണി ഇറങ്ങി അവൾക്കടുത്തേക്ക് വന്നു നിന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും ജിത്തുവിൽ പതിഞ്ഞിരിക്കുകയാണെന്നറിഞ്ഞതും അവനവളുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് അവൾക്ക് മുമ്പിലേക്ക് കയറി നിന്നു. അതുവരെ ജിത്തുവിനെ ദയിപ്പിച്ചുകൊണ്ടിരുന്ന മിഴികൾ അവന് നേർക്ക് പതിഞ്ഞതൊന്നും പിടഞ്ഞു. പോവാം. അവൻ അവളെ നോക്കി ഒരിക്കൽ കൂടി ചോദിച്ചതും അവൾ അതിൽ നിന്ന് മിഴികൾ താഴ്ത്തിക്കൊണ്ട് അതിന് സമ്മതമെന്നോണം തലയാട്ടി കാണിച്ചതും അവൻ പുറത്തേക്ക് ഇറങ്ങി. അവനൊപ്പം തന്നെ അവളും. അപ്പൊ നീലിമ തമ്പുരാട്ടിയുടെ നാക്കിന് നീളക്കുറവൊന്നുമില്ല, ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ബൈക്കിലേക്ക് കയറിയിരുന്നു. നീലിയാവൻ പറഞ്ഞതിനൊന്ന് മുഖം വീർപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ച് അവന് പുറകിലേക്ക് കയറിയിരുന്നു. കുഞ്ഞിനെ മര്യാദക്ക് പിടിച്ചില്ലേ നീ? അവൻ വണ്ടി സ്റ്റാർട്ടായിക്കൊണ്ട് അവളോട് ചോദിച്ചു. അവൾ അതിനൊരു മുകളിൽ മറുപടിയായി നൽകിയിരുന്നു. അവർ പോകുന്ന മുകളിൽ നിന്ന് നോക്കുന്ന ശിവശങ്കരന്റെ കണ്ണുകൾ അപ്രിയമായിട്ടെന്തോ കണ്ടതുപോലെ അയാൾ വെട്ടിച്ചു മാറ്റി. നീ എന്താണ് പണിയാ ഈ ഓടിപ്പാഞ്ഞു വരുന്നത്? മര്യാദക്ക് വരാനറിയില്ല നിനക്ക്? രാവു ചന്ദ്രമംഗലത്തിന്റെ പടിപ്പുരവാതിൽ തള്ളി തുറന്ന് ഉമ്മറപ്പടിയിലേക്ക് ഓടിക്കതച്ച് കയറി വന്ന മണിയനെ പിടിച്ചു വെച്ചുകൊണ്ട് അവനോടായി ചോദിച്ചു. അവരെങ്കെ? അവർ രാവിലെ നോക്കി ഇതപ്പാറ്റിക്കൊണ്ട് ചോദിച്ചു. ആര്? നിന്നെ തമ്പ്രാനോ? ആമാ, അവരിതാ. എങ്ക അവര്? അവൻ കിതച്ചുകൊണ്ട് രാവിലെ നോക്കി വീണ്ടും തന്നെ ചോദ്യം ആവർത്തിച്ചു. അവനകത്തുണ്ട്. നീ കാര്യം താ പറയടാ പുല്ലേ. രാവു തനിക്ക് മുമ്പിൽ കിതച്ചുകൊണ്ട് നിൽക്കുന്നവരെ നോക്കി അക്ഷമയോടെ ചോദിച്ചു. അതിന് അവർക്കിട്ട സൊലിഗ്രൻ. അതും പറഞ്ഞവൻ തിരിഞ്ഞതും മേഘം പുറത്തേക്ക് വന്ന് ഒന്നിച്ചാണ്. എന്താടാ നീ രാവിലെ തന്നെ ഇത് എന്ത് വള്ളി കൊണ്ടാ വന്നിരിക്കുന്നത്? മേഘൻ ചോദിച്ചുകൊണ്ട് ഇട്ടിരുന്ന ഇളമഞ്ഞ നിറത്തിലെ ഷർട്ടിന്റെ കൈ മുകളിലേക്ക് ചുരുട്ടി വെച്ച് അവനടുത്തായി വന്നു നിന്നു. തമ്പ്രാ. അവൻ മേഘനടുത്തേക്ക് നീങ്ങുന്നുണ്ട് വിളിച്ചു. അവ ചെയിലിരുന്ന് തിരുമ്പി വന്നിട്ടേ തമ്പ്രാ. ആര്? അവൻ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അതാന്ത വേരു. അവൻ തിരുമ്പി വന്നിട്ട് இந்த வாட்டினி யாரோட உயிரெடுக்கிறதுக்குதா அவன் திரும்பி வந்திருக்கிறே ஆவோ. மணியம் പറഞ്ഞു. മേഘനും മുഷ്ടിയിലുണ്ട് വന്നു. இன்னொரு விஷயம் என்னன்னா, அந்த கேசவன் ஆயிருக்காரே அந்த ஆளு தான் அவனை திரும்பி கூட்டிட்டு வந்தெന്നൊരു പേച്ച് ഓടിട്ട് ഇருக்கு ഊരില്. അവൻ അവരോട് അടക്കം പറഞ്ഞു. ഓ കേശവനല്ല കേശവൻ, പശയിലശ. രാഘവ അവനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു. അതാ ഞാനും പറഞ്ഞത്. മണിനതിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നീ തൽക്കാലം ഒന്നും പറഞ്ഞണ്ട. രാഘവൻ നോക്കി വീണ്ടും കളിയായിക്കൊണ്ട് പറഞ്ഞു. അവിടെ അവർക്കിടയിൽ പുതിയ അടിക്കത് തുടക്കം കുറിച്ചു. അപ്പോഴും മേഘന്റെ മനസ്സ് അവൻ വന്ന് പറഞ്ഞ വാർത്തയ്ക്ക് പിന്നിൽ നൂല് പൊട്ടിയ പട്ടം പോലെ സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. ആ കോശവൻ എന്തിനാ അവനെ? അവൻ ചിന്തിച്ചെന്നും അവന് കൺമുമ്പിൽ കഴിഞ്ഞ ദിവസം ഭൂവി പറഞ്ഞ ഓരോന്നും കടന്നു വന്നു. അതവന്റെ ഹൃദയമിടിപ്പ് പതിവിലധികം വർദ്ധിപ്പിച്ചു എന്ന് തന്നെ പറയാം. ദുർഗ അവിടെ നാമൂരി വിടുന്നതിനൊപ്പം അടുത്ത നിമിഷം അവൻ ആരെയും കാക്കാതെ തന്റെ വണ്ടിയും എടുത്ത് കാറ്റുപോലെ അവിടുന്ന് പുറത്തേക്ക് പാഞ്ഞു. അവന്റെ വാഹനം ഒരു ഇരമ്പലോടെ ക്ഷേത്രമുറ്റത്തേക്ക് വന്ന് നിന്നു. ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്ന സുപ്രഭാതം ആ ക്ഷേത്ര പരിസരത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി തീർത്തു. എന്നാൽ അതൊന്നും അവന്റെ കാതുകളിലേക്ക് എത്തുന്നില്ലെന്ന് തന്നെ പറയാം. നടന്നു നീങ്ങുന്ന വഴിയിലൂടെ അവന് മറികടന്ന് പോകുന്നവരെല്ലാം അവന് ബഹുമാനപൂർവ്വം നോക്കുന്നോ ചിരിക്കുന്നോ ഒന്നും അവനിലേക്ക് എത്താത്ത വണ്ണം ആ മനസ്സ് മുഴുവൻ പൂത്തു നിൽക്കുന്ന നന്ദ്യാർവട്ട പൂ പോലെ അവൾ നിറഞ്ഞു നിന്നു. താൻ അറിഞ്ഞില്ലേടോ, ആ കാലം തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ആരുടെ ജീവനും കൊണ്ടാണ് അവൻ പോകാൻ പോകുന്നത്.
അമ്പലപ്പറമ്പിൽ നിന്നൊരാൾ പറയുന്നത് അവന്റെ കാതുകളിലേക്ക് എത്തിയതും അവൻ കൂടുതൽ അസ്വസ്ഥനായി. ഞാൻ അറിഞ്ഞു, നാൽപ്പാട്ട് കേശവൻ നായരാത്രേ അവന് തിരികെ ഇറക്കിയിരിക്കണ്. അയാൾ അടുത്തുനിന്ന് ആളോട് ശബ്ദം കുറച്ച് പറഞ്ഞു. അപ്പൊ ഉറപ്പിച്ചോ, ഈ വരവ് വെറും വരവാവില്ല. കേശവൻ നായർ അവൻ ഇറക്കിയെങ്കിൽ അത് വല്യമ്പുരാൻ പറഞ്ഞിട്ടാവും. ഇതിപ്പോ ആരെയാണാവോ തെക്കോട്ട് എടുക്കാൻ പോകുന്നത്? നിന്റെ ഒക്കെ അച്ഛനെ. അടുത്ത നിമിഷം മേഘന്റെ അലർച്ച അവരിലേക്ക് വന്ന് പതിച്ച് അവർ ഞെട്ടിക്കൊണ്ട് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയതും തങ്ങളെ നോക്കി വിറപ്പിക്കുന്നവനെയാണ് കാണുന്നത്. ക്ഷേത്രമുറ്റുന്നാണോ തന്റെ ഒക്കെ കുനിഷ്ഠ വർത്തമാനം? അവൻ അവർക്ക് നേരെ വീണ്ടും ശബ്ദമുയർത്തിയതും രണ്ടാളും നല്ല കുട്ടികളായി അവൻ മുമ്പിൽ നിഷ്കളങ്ക ഭാവത്തിൽ നിന്നു. അവൻ അവരെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. രാവിലെ തന്നെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളൂ. അവൻ പല്ലടിച്ച് പറഞ്ഞുകൊണ്ട് കലാക്ഷേത്രക്കുള്ളിലേക്ക് നോക്കിയതും കാണുന്നത് കുട്ടികൾ അവിടെ എന്തോ കളി പറഞ്ഞ് ചിരിക്കുന്നവളെയാണ്. അതുകൂടെ കണ്ടതും അവന്റെ പല്ലുകൾ ഒന്നുകൂടെ പരസ്പരം കഥ പറഞ്ഞു. ഓ, എന്റെ മനസ്സമാധാനത്തിൽ മണ്ണ് വാരിയിട്ടിട്ട് അട്ടസിക്ക് നോക്കി യക്ഷി. അവനാളെ നോക്കി പറഞ്ഞുകൊണ്ട് മുണ്ട് മടക്കി കുത്തി അകത്തേക്ക് കയറി. അവളവനെ ഒന്ന് പാളി നോക്കിയതും തന്നെ നോക്കി കണ്ണുരുട്ടുന്നവനെയാണ് കാണുന്നത്. ഇതിപ്പോ ഇങ്ങനെ തന്നെ തുറച്ചു നോക്കി പേടിപ്പിക്കാൻ മാത്രം എന്താ സംഭവിച്ചെന്നറിയാതെ അവളവിടെ ഇരുന്നു. സമയം കടന്നു പോകും തോറും മുന്നിലിരിക്കുന്നവന്റെ മുഖത്ത് ഗൗരവം ഏറുന്നല്ലാതെ അതൊട്ടും കുറയുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ നാളെ ഞാൻ പഠിപ്പിച്ച അതുപോലെ എനിക്ക് പാടി കേൾപ്പിക്കണം, കേട്ടല്ലോ? ഓരോരുത്തരെയും കൊണ്ട് ഞാൻ പാടിപ്പിക്കും. പഠിക്കാണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. അവൾ അത് പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ നോക്കിയതാണ്. അവനത് കേട്ടൊന്ന് പരിങ്ങി ചിരിച്ചു. അവന്റെ ചിരി കണ്ട് അവളും ചിരിച്ചുപോയി. ശരി, എന്നാ വിട്ടോ, അവൾ പറഞ്ഞു. അവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. അവർ പോകുന്നത് നോക്കി ബാഗ് എടുത്ത് തിരിഞ്ഞതും അവൾ കാണുന്നത് തനിക്ക് തൊട്ടുമുമ്പിൽ വന്ന് നിൽക്കുന്നവനെയാണ്. ഭുവി ഒന്ന് ഞെട്ടിക്കൊണ്ട് നെഞ്ചിൽ കൈവച്ചു. ഇതെന്ത് രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കിറങ്ങിയതാ കുഞ്ഞു തമ്പുരാൻ? അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനതിന് മറുപടി പറയാതെ അവൾ തുറിച്ചു നോക്കി നിന്നു. ഇതെന്തിനാ ഇങ്ങനെ തുറിച്ചു നോക്കണേ? അവൾ അവന്റെ തുറിച്ചോട്ടത്തിന്റെ കാരണം അറിയാനെന്നോണം അവനോട് ഉള്ളിലെ പതറൽ മറച്ചുകൊണ്ട് ചോദിച്ച് പുറത്തേക്ക് നടന്നു. എന്താ, പേടിച്ചു പോയോ? പുറകിൽ നിന്നുള്ള അവന്റെ ചോദ്യം കേട്ടതും അവൾ അവനെ സംശയത്താൽ മുഖം ചുളിച്ച് നോക്കി. ഞാനൊന്ന് അടുത്തു വന്ന് നിന്നപ്പോഴേ നീ പേടിച്ചു. അങ്ങനെയുള്ള നീ എന്ത് ധൈര്യത്തിനാടി പുല്ലേ നാൽപ്പാട്ടുകാരോട് മുട്ടാൻ നിൽക്കുന്നത്? അവൻ അവൾക്കടുത്തേക്ക് വന്ന് പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് അവൾ അവനെ നോക്കി ചിരിച്ചു. എന്ത് ചോദിച്ചാണ് അവളുടെ ഒടുക്കത്തെ ഒരു ചിരി. കിണിക്കാതെ കാര്യം പറയടി പുല്ലേ. നീയോ അവരുമായിട്ട് എന്താ ഇത്ര പ്രശ്നം? നിന്നെ കൊല്ലാൻ ആളെയിറക്കാൻ മാത്രം അവരോട് നീ എന്താടി ചെയ്തത്? അവൻ അവളെ നോക്കി ഗൗരവത്തോടെ തിരക്കി. ആഹാ, ഇത്ര പെട്ടെന്ന് ആ കാർന്നവരെന്നെ തട്ടാൻ ആളിറക്കിയോ? അവൾ ചിരിയോടെ അവൻ നോക്കി ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാനാഞ്ഞതും അവൻ അതിനെ തടഞ്ഞുകൊണ്ട് അവൾക്കുമ്പിലേക്ക് കയറി നിന്നു. കാര്യം പറയാൻ നീ ഇവിടുന്ന് ഒരടി പുറത്തേക്ക് നോക്കില്ല. അവൻ അവൾക്കുമ്പിൽ കൈകെട്ടിന്നുകൊണ്ട് നുരഞ്ഞു വന്നതും ദേഷ്യം ഉള്ളിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു. നിന്ന് കിണിക്കാതെ കാര്യം പറയടി കോപ്പേ. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും അവന്റെ ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടി. എന്തൊരു അലർച്ചയായത്, എന്റെ ചെവിയെ പൊട്ടിപ്പോയി. അവൾ തന്നെ ചെവി ഒന്ന് കുടഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. നീ കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? അവൻ വീണ്ടും പുറത്തേക്ക് ചാടാനൊരുങ്ങുന്ന ദേഷ്യം പള്ളി അടിച്ചമർത്തിക്കൊണ്ട് അവളെ നോക്കി തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. പറയില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കുഞ്ഞി തമ്പുരാനെ. അവൾ അവന്റെ ദേഷ്യം കൊണ്ട് വിറക്കുന്ന മുഖത്തേക്ക് നോക്കി അത് വീണ്ടും അവൾ ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് ആദ്യം ഇവിടുന്ന് പോവാം, വാ. ദേ അവരെയൊക്കെ കണ്ണിങ്ങോട്ടാ. അവൾ തങ്ങളെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്ന കണ്ണുകളെ കാണിച്ചുകൊണ്ട് മേഘനോട് പറഞ്ഞു. അവൻ ആ ഭാഗത്തേക്ക് നോക്കി. അവന്റെ ആ നോട്ടമെത്തിയതും അതുവരെ അവരെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന കണ്ണുകളെല്ലാം അവരിൽ നിന്നും പിൻവാങ്ങി. പിന്നെ പരസ്പരം ഒന്നും പറയാതെ അവരിരുവരും വാതിൽ പൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. ഒന്ന് തൊഴുതാനോ? അവൾ അമ്പലത്തിനടുത്തെത്താറായതും അടുത്ത മുഖം വീർപ്പിച്ച് നടക്കുന്നവനെ മുഖം ചരിച്ച് നോക്കി ചോദിച്ചും അവനവളെ നോക്കി. അല്ല, എന്നെ തട്ടാൻ ആളൊക്കെ ഇറങ്ങിയതല്ലേ, അപ്പൊ അതൊന്ന് പുള്ളിക്കാരി അറിയിച്ചേക്കാം. എങ്ങാനും ആയുസ് നീട്ടി തരാൻ പുള്ളിക്കാരിക്ക് തോന്നിയാലോ? ആൾ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു. അവനെന്തോ അലറാനായി വാ തുറന്നു. പിന്നെ നിൽക്കുന്ന സ്ഥലം ഓർത്ത് വന്ന ദേഷ്യം മൊത്തം ഒരു നോട്ടത്തിൽ ഒതുക്കിക്കൊണ്ട് ചെരുപ്പൂരി ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കയറി. അവന്റെ ഓരോ പ്രവൃത്തിയിലും ഉള്ളിലെ ദേഷ്യം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ പോയ വഴിയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവന് പുറകെ പോയി. ഇത് അത് തന്നെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടൂ ആ ടീച്ചർ കൊച്ചു ചെറിയമ്പ്രാന്റെ ചങ്കി തന്നെ പ്രതിഷ്ഠ ഉറപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ താനല്ലേ പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ല, അവര് നേരി കണ്ട കീരിയും പാമ്പ് കടന്നൊക്കെ. എന്നിട്ടിപ്പൊ എന്തായി? ക്ഷേത്ര കമ്മിറ്റിക്കാരിലൊരാൾ മാധവൻ നായർ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. ഏയ്, അങ്ങനെ വരാൻ ഒരു വഴിയില്ല, നിങ്ങൾക്ക് തോന്നുന്നതാ. ഇതേ സംശയം തന്റെ ഉള്ളിലും തലപൊക്കി തുടങ്ങിയെങ്കിലും അതിനെ വെളിയിൽ വരാൻ അനുവദിക്കാതെ മാധവൻ നായർ അതിനെ എതിർത്തുന്നോണം പറഞ്ഞു. തോന്നലാണോ അല്ലേന്നൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അറിയാലോ. ഇതിപ്പോ ഇനി നമ്മളായിട്ട് അതിനെ പറഞ്ഞുവിടാന്ന് സമ്മതിച്ചാലും തമ്പുരാൻ കുഞ്ഞ് സമ്മതിക്കുന്നു തോന്നില്ലടോ. അയാൾ പറഞ്ഞതും മാധവൻ നായർക്കൊന്നും തിരിച്ചു വരാനില്ലാതായി.
ആ ദേവി സന്നിധിയിൽ നിൽക്കുമ്പോൾ അവളെ അകത്തു നിന്നുള്ളൊരു ശാന്തത ചുറ്റിപ്പറ്റി. മനസ്സിൽ തടഞ്ഞു നിന്നത് അവൾ അറിയാതെ തന്നെ ഒഴുകി തുടങ്ങി. വാക്കൊന്നുമില്ല, പ്രാർത്ഥനയോ ആലാപനമോ പോലും വേണ്ടി വന്നിരുന്നില്ല. ഒരു കാഴ്ച, ഒരു സാന്നിധ്യം മാത്രം. അവളെ എപ്പോഴും പുറകിൽ നിന്ന് പിന്തുടർന്ന അതിഥിമാരെ പോലെ ഭയം, വിഷാദം, ആശങ്ക അതൊക്കെ ചെറുതായി മാറുന്ന അവൾ അനുഭവിച്ചു. മനസ്സിലെ ഭാരം പകുതി കുറയുന്ന പോലൊരു സ്പർശം. അതിനർത്ഥം ദേവിയേക്കാൾ നിന്നെ ആരറിയുമെന്നതോ. കണ്ണുകളടച്ച ആ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ അത്രയും കാലം താൻ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളിലേക്കും ആശ്വാസം വന്നു ചേർന്ന പോലെ അവൾക്ക് തോന്നി. ദേവിയോടൊന്നും പറയാനില്ലായിരുന്നുവെങ്കിലും അവൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടിയതുപോലെ ഒരു ആശ്വാസം. ബാക്കി വെപ്പ് ഏതുമില്ലാതെ ഉള്ളതെല്ലാം അവളിൽ നിന്ന് ഒഴുകിപ്പോയി. ഒടുവിൽ ഭാരം കുറഞ്ഞ, നേരത്തേക്കാൾ വെളിച്ചം നിറഞ്ഞ മനസ്സുമായി അവൾ കണ്ണുകൾ തുറന്നൊരിക്കൽ കൂടി ആ പ്രതിഷ്ഠയെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് നടന്നു നീങ്ങി. തനിക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ തിരുമേനിയോട് കാര്യമായിട്ടെന്തോ പറയുകയാണ്. അവൾ അവർക്കടുത്തേക്ക് നീങ്ങി. എന്താ കുട്ടി, ഇയാൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ നിന്നെ? അതേ അടുത്ത് നിൽക്കുന്ന മേഘനെ കാണിച്ചുകൊണ്ട് അവളോട് ചിരിയോടെ ചോദിച്ചു. ഇല്ല, അവൾ അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞു. എങ്ങനെയുണ്ടോ പഠിപ്പിക്കലും കുട്ടികളൊക്കെ? നിന്റെ വഴിക്ക് വരണുണ്ടോ അവര്? അയാൾ ചോദിച്ചുകൊണ്ട് അവൾക്ക് പ്രസാദം വെച്ച് നീട്ടി. അവളത് സ്വീകരിച്ചു. ആയി വരുന്നു, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവര് ഓരോരുത്തരെയും ഒന്ന് പഠിച്ചു വരാൻ സമയമെടുക്കും. അവൾ അയാളെ നോക്കി ചിരിയോടെ അതിന് മറുപടി പറഞ്ഞു. അയാൾ അവളുടെ തലയിലൂടെ ഒന്ന് തലോടി. സൂക്ഷിക്കണം, നിന്നെ കാണുമ്പോഴേക്ക് ഉള്ളിലൊരു ആധിയാ കുട്ടി. അത്ര നല്ല സമയമില്ല നിനക്കെന്ന് എന്റെ ഉള്ളു പറയുന്നുണ്ട്. അയാൾ അവിടെ തലയിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടത് അവളുടെ ഉള്ളനാളിയെങ്കിലും ആ ആളിൽ അവൾ വെളിയിൽ കാട്ടിയില്ല. മേഘൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും ആ മുഖം ഇപ്പോഴും പുഞ്ചിരിക്കുന്നതാണ് അവൻ കണ്ടത്. എന്തു പറഞ്ഞാലും അവളുടെ ഒടുക്കത്തൊരു കിണി. അവൻ അവളെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. എന്നാ ഞങ്ങളങ്ങോട്ട്. അവനെ അയാളോട് ചോദിച്ചു. അയാൾ അതിനും തലയാടി ചിരിച്ചു. അവരാരും മറികടന്ന് വേഗത്തിൽ ചുറ്റമ്പലത്തിന് പുറകുവശത്തെ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയതും അവൾ അവന് പുറകെ നീങ്ങി. മേഘന് പുറകെ അല്പം ധൃതിയിൽ നടന്നു നീങ്ങുന്നവളെ കാണെ ആ വൃദ്ധന്റെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന കാർമേഘങ്ങൾ ഓരോന്നും മഴയായി പെയ്തു തോരുന്നത് അയാൾ അറിഞ്ഞു. കാത്തു രക്ഷിക്കണേ ദേവി. അയാൾ ശ്രീകോവിലേക്ക് നോക്കി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. പറയ്, എന്താ നീ അവരായിട്ടുള്ള പ്രശ്നം? എന്തിനു വേണ്ടിയാ നീ ഇവിടേക്ക് വന്ന്? മേഘൻ തനിക്ക് മുമ്പിൽ കുളത്തിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്നവളെ നോക്കി ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി ഇട്ടുകൊണ്ട് തിരക്കി. എന്റെ ഏട്ടന്റെ കുഞ്ഞിന് വേണ്ടി. അവളെന്റെ കൂടെ കൂട്ടാനാ. ജീവൻ ആപത്താണെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇവിടേക്ക് വന്നു. ഭൂവി അവനെ നോക്കി പറഞ്ഞു. മേഘൻ അവളെ നെറ്റി വിളിച്ച് നോക്കി. അപ്പൊ ഇന്ദ്രന്റെ കൂടെയുള്ള ആ കുഞ്ഞ്, അത് എന്റെ ഏട്ടന്റെ ചോരയാ, ഇലവത്തൂർ ഹരിനാരായണന്റെ രക്തം. അവൾ പറഞ്ഞു. അവന്റെ കണ്ണ് വിഴിഞ്ഞു. ഏട്ടനും എടുത്തിയും കൊൽക്കത്തയിൽ ഒരു തീപിടുത്തത്തിൽപ്പെട്ട് മരിച്ചു. അറിഞ്ഞാണോ? പത്രമൊക്കെ വായിക്കുന്ന ആളല്ലേ. ആ സമയത്ത് അത് വലിയ വാർത്തയായിരുന്നു. ആളാർ നോക്കി വിഷാദം മറച്ചുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. അന്ന് ആ അപകടത്തിലെല്ലാം നഷ്ടമായി എന്ന് ഞങ്ങൾ കരുതിയത്. പക്ഷേ അന്നത്തെ ആ ദുരന്തത്തിന്റെ അവശേഷിപ്പ് പോലെ അവളെ മാത്രം ദൈവം ബാക്കി വെച്ചു എന്ന് ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും മരണശേഷം. ദൈവത്തിന് തോന്നിക്കാണും ഈ ദുരന്തങ്ങളെയൊന്നും അതിജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. അതുകൊണ്ടായിരിക്കും ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കാൻ ഒരു പ്രതീക്ഷ പോലെ അവളെ, ഞങ്ങളുടെ കുഞ്ഞി എനിക്ക് കൂട്ടായി ഭൂമിയിൽ നിർത്തിയത്. അവൾ അവനെ നോക്കി വാക്കുകളിൽ ദുഃഖമൊളിപ്പിച്ച് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലെ നീർത്തിളക്കത്തിൽ തങ്ങി നിന്നു. അച്ഛനും അമ്മയ്ക്കെന്താ? അവനവളെ ചോദ്യം മുഴുമിക്കാൻ കഴിയാതെ നോക്കി. ആക്സിഡന്റ് ആയിരുന്നു. അവളും തിരികെ നാട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം. ഞാനുണ്ടായിരുന്നു അവർക്കൊപ്പം. പക്ഷേ എന്നെ മാത്രം തനിച്ചാക്കി ഒരു ഭാര്യയും ഭർത്താവും അങ്ങ് പോയി. അവൾ സങ്കടം വെളിയിൽ കാട്ടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ആ കഷ്ടപ്പാടത്രയും മുന്നിൽ നിൽക്കുന്നവൻ കാണുന്നുമുണ്ട്. ഞാനാകെ തളർന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. ഒരിക്കലും ഇനി ഒരു എത്തിനോട്ടുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. ആ സമയങ്ങളിൽ ശാരീരിക തളർച്ചയേക്കാളേറെ ഞാൻ മാനസികമായിട്ട് ഒരുപാട് തളർന്നു. ഒട്ടും അവിടെ നിൽക്കാൻ പറ്റാതായപ്പോൾ എല്ലാം വിറ്റുപറിക്ക് നാടുവിടാന്ന് ചിന്ത വന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞി ഇവിടെ ഉണ്ടെന്ന് അറിയിച്ച് ഇയാളുടെ ശത്രുവിൻ്റെ കത്ത് എന്നെ തേടി വരുന്നത്. സത്യം പറയാലോ, ആ നിമിഷം എനിക്ക് എന്ത് വികാരമാണ് തോന്നിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. സങ്കടമാണോ സന്തോഷമാണോ എന്നറിയാത്തൊരു ഭാവം. അന്ധകാരത്തിൻ്റെ നടുവിലൊരു ജീവന്റെ വിളക്ക് തെളിയുന്ന പോലെ, തകർന്ന ഹൃദയത്തിന് കൂട്ടായി ആകാശത്തിൽ വീണ്ടും നക്ഷത്രം തെളിയുന്ന പോലെ. ആ നിമിഷം നഷ്ടമെന്ന വാക്കിനും ഒരവസാനമുണ്ടെന്ന് മനസ്സിലാക്കി തന്ന നിമിഷം. ചുണ്ടിൽ തങ്ങിയ സങ്കടം കണ്ണു നിറക്കാൻ തുടങ്ങിയതും അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. അവൻ നോക്കി കാണുകയായിരുന്നു തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെ. ഉള്ളിലൊരു സങ്കട ചുഴി തന്നെ ഉണ്ടായിട്ടും ആ ചുഴിയിൽപ്പെട്ട് സ്വയം ഒടുങ്ങാതെ അതിനെ അതിജീവിക്കാൻ പാടുപെടുന്നവരുടെ മനോധൈര്യം കാണേ അവനെ തന്നെയാണ് ഓർമ്മ വന്നത്. പക്ഷേ തനിക്ക് കൂട്ടായി രുദ്രനുണ്ട്, മുത്തശ്ശനുണ്ട്, അമ്മാവനുണ്ട്. പക്ഷേ ഇവൾക്കോ എട്ടും പൊട്ടും തിരിയാത്തൊരു പൊടിക്കുഞ്ഞു മാത്രം. ഉള്ളിലെ സങ്കടം കുറച്ചു നേരത്തേക്ക് കൈമാറാൻ പോലും ആളില്ലാതാവുമ്പോഴുള്ള അവസ്ഥ അതോർക്കി അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ധ്രുവി എനിക്ക് വേണം. എന്തു വന്നാലും അവളില്ലാതൊരു മടക്കം
അതെനിക്കുണ്ടാവില്ല. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അല്ലാതെ ഇനിയൊരു മടങ്ങിപ്പോക്കില്ല. അത് നീ ആഗ്രഹിക്കേണ്ടതുമില്ല. എന്തായാലും അതിനൊരു വഴി ഇനി നിനക്ക് മുമ്പിൽ തുറക്കില്ല. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ ഒരു തീർപ്പെന്ന പോലെ പറഞ്ഞതും അവളൊന്ന് പരിഭ്രമിച്ചെങ്കിലും ആ പരിഭ്രമം അവൾ വെളിയിൽ കാണിച്ചില്ല. പിന്നെ പോവാതെ എത്ര കാലം എനിക്ക് ഇവിടെ നിൽക്കാനൊക്കുന്ന? ഇപ്പൊ തന്നെ പറഞ്ഞു എന്നെ കൊല്ലാൻ ആളിറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ അധികം ആൾ നിൽക്കേണ്ടി വരില്ലെന്നാ തോന്നണേ. ആളുള്ളിൽ നിറഞ്ഞ പരിഭ്രമത്തെ മറച്ച് അവന്റെ മുഖത്തോകായ ചിരിയോടെ പറഞ്ഞു, ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ തന്നെ കൊല്ലുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. അവൻ അവളെ നോക്കി പള്ളിയടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നാൽപ്പാട്ടക്കാരനവരൊന്നും ഭയന്നിട്ടുണ്ട്. ലിയാച്ച എന്നെ കൊല്ലാൻ പിറ്റേന്നിനെ ആളിറക്കുവോ? അവൾ അവനെ നോക്കി ചോദിച്ചു. നീ എന്താ ഊന്നുവടിയോട് പറഞ്ഞു? അവൻ അവൾക്കടുത്തേക്ക് നീങ്ങുന്നോണ്ട് തിരക്കി. അവൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായതൊക്കെ വള്ളിവിളി തെറ്റാതെ അവനോട് പറഞ്ഞു. അങ്ങേറെ വീട്ടിൽ കയറി വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യമൊക്കെ നിനക്ക് ഉണ്ടായിരുന്നോടി ബൊമ്മി. അവൻ അവളെ ആകെ മൊത്തം നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതെന്താ ഇയാൾക്കൊരു സംശയം പോലെ? ഏയ് സംശയമൊന്നുമില്ല. എന്നിട്ട് എന്താ ടീച്ചറമ്മയുടെ പ്ലാന്? കൊല്ലാൻ വരുന്നതിന് മുമ്പിൽ ഇതുപോലെ നെഞ്ചു വിരിച്ച് നിൽക്കാനാണോ? എന്നിട്ട് എന്തിനാ അങ്ങേര് വന്ന് എന്റെ നെഞ്ചിൽ തന്നെ കത്തിയേറ്റുന്ന ഇയാൾ കാണാനോ? ആളവനെ പുച്ഛിച്ചുകൊണ്ട് തിരക്കി. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അവളുടെ അഹങ്കാരത്തിനൊരു കുറവില്ല. വടയക്ഷി. മേഘന അവളെ നോക്കി പള്ളിയടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുന്നത്, നേരെ കൂടെ പോര്. അവനാളെ നോക്കാൻ മുണ്ടോടക്കിയതുകൊണ്ട് വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. എങ്ങോട്ട്? ഊളം പറക്കാണോ? അവൾ കാര്യഭാഗത്തിൽ തിരക്കി. അല്ലേനി നിന്റെ അച്ഛന്റെ അച്ചി വീട്ടിലേക്ക്. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അലറിയതും അവൾ മുഖം ചുളിച്ച് ചെവി ഒത്തി. അവൻ ഇയാളെന്തിനിങ്ങനെ അലറുന്നു? അവൾ അങ്ങനെ നിന്നുകൊണ്ട് അവനോട് തിരക്കി. എടി കോപ്പേ, മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോ? ഇല്ലാച്ച തൂക്കിയെടുത്തോണ്ട് പോവാൻ എനിക്കറിയാം. എന്നെ കൊണ്ട് വെറുതെ കടും കൈയൊന്നും ചെയ്യരുത്, പറഞ്ഞേക്കാം. അവനാളെ നോക്കി വിരൽ ചൂണ്ടി താക്കിയതോടെ പറഞ്ഞു. ഞാനെന്തിനാ ഇയാളുടെ കൂടെ വരേണ്ടത്? എന്നാ ചെന്ന് കേറി കൊടുക്കടി. അവൻ നിന്റെ നെഞ്ചത്തേനോ പച്ചൂത്തി വിടട്ടെ. അവൻ വീണ്ടും അവളോട് അലറിയതും അവൾ വീണ്ടും ചെവികൊത്തി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കാരണം ഇവിടുത്തെ ക്രമസമാധാനം നശിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതുകൊണ്ട് എന്റെ പൊന്ന് വേഗം എടുക്കാനുള്ളതൊക്കെ എടുത്ത് ചേട്ടന്റെ കൂടെ വരുന്ന നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പെട്ടിയെടുത്ത് ഇവിടുന്ന് വണ്ടി കയറിക്കോ. ഇപ്പൊ ഇറങ്ങിയാലേ 11:05 ബസ്സുണ്ട്, നമ്മുടെ തന്നെ വണ്ടിയാ. അതുകൊണ്ട് ടിക്കറ്റ് കാശ് ലാഭിക്കാം. അതിന് കയറി നിനക്ക് ടൗണിൽ ഇറങ്ങാം. എന്തു പറയുന്നു? അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. അതിങ്ങനെ ഉരുട്ടാതെടി വടയക്ഷി, അധികം ഉരുട്ടിയാലേ അത് താഴെ കിടക്കും. അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ അവനെ ദേഷ്യത്തിൽ മുഖം വെട്ടിച്ച് മാറ്റി. അപ്പൊ എങ്ങനെയാ പോവല്ലേ ബൊമ്മി ടീച്ചറെ? അവൻ അവളെ നോക്കി താടി ഒഴിഞ്ഞോട്ട് ചോദിച്ചു. അവൾക്ക് അവനൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ കൂടി ഉള്ളിലെ ഭയം മറച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണ് ചെയ്ത്. ഞാനെന്തിനും പ്രശ്നമായ അങ്ങോട്ട്? അവൾ അവനെ മുഖമുയർത്തി നോക്കാതെ പറഞ്ഞു. ശരി, അവൻ വന്ന ആദ്യത്തെ കുത്തുകുത്തിയാലും നിനക്ക് വെളി വരുന്നാണെങ്കിൽ ഞാനെന്തു പറയാനാ? അവൻ അവളെ നോക്കി അമർഷമടക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് വെട്ടിത്തിരിഞ്ഞടന്നു. അവൻ പോകുന്ന നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ അവന് പുറകെ പോയി. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് അവളുടെ അമ്മൂമ്മയുടെ ജാട കാണുമ്പോഴാ കാലമാരി നിലത്തടിക്കാൻ തോന്നുന്നു. പുല്ല്. അവൻ മുറിമുറുത്തോണ്ട് ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്ന് കാണുന്നത് ആൾത്തറയിൽ ആരെയോ കാത്തുന്ന പോലെ ഇരിക്കുന്നവനെയാണ്. അവനെ കണ്ടത് മേഘന്റെ കണ്ണുകളൊന്ന് കൂർത്തു. കാലം കൈവിട്ട കള്ളിമുണ്ട്, 3 ബട്ടൺ തുറന്ന പഴയ ഷർട്ട്, കുടവയറിന്റെ തുനിഞ്ഞ അവശിഷ്ടങ്ങൾ ആ ഷർട്ടിലൂടെ കാഴ്ചവെക്കുന്ന പോലെ. ആ ചോര നിറമാർന്ന കണ്ണുകൾ ആരെയാണ് തേടുന്നതെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കൂടെയുള്ള കേശവൻ നായർ ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടി അവനെന്തോ കാണിച്ചു കൊടുത്തു. അവന്റെ രക്തവർണ്ണമാർന്ന മിഴികൾ മേഘനടുത്തേക്ക് നടന്നെടുക്കുന്നവളിൽ പതിഞ്ഞു. ഇവളെ കൊല്ലണം നിർബന്ധാണോ? അയാൾ അവളിൽ നിന്ന് മിഴികൾ മാറ്റാതെ മുറുക്കാൻ ചുവന്ന ചുണ്ടുകളെ നാവിനാൽ തടവിക്കൊണ്ട് അടുത്തുനിന്ന് കേശവൻ നായരോട് ചോദിച്ചു. അയാൾ അതിനവരെന്ന് കൂർപ്പിച്ച് നോക്കിയതിൽ ആ മറുപടി പറഞ്ഞില്ല. ചുമ്മാ വെറുതെ ചോദിച്ചതാ. തമ്പുരാനോട് ചെന്ന് പറഞ്ഞേക്ക്, ഇപ്രാവശ്യത്തെ പണി എനിക്ക് നന്നായി തന്നെ ബോധിച്ചു എന്ന്. അവനവളിൽ ദൃഷ്ടി മാറ്റാതെ പറഞ്ഞു. അവന്റെ ദൃഷ്ടിയെ മറച്ചുകൊണ്ട് മേഘന്റെ മുഖം അവന്റെ മുമ്പിൽ തെളിഞ്ഞു. അവൻ വേഗം ആൽത്തറയിൽ നിന്ന് ചാടിയിറങ്ങി മടക്കി കുത്തിരുന്ന മുണ്ടഴിച്ചിട്ടുകൊണ്ട് വിനയം വാരി വിതിരിന്ന് ചിരിച്ച് അവനടുത്തേക്ക് നടന്നു. നീ കാലനെ കണ്ടിട്ടുണ്ടോ? തന്റെ അടുത്ത് വന്നിരുന്ന ഭൂവിയെ നോക്കാതെ തനിക്കരികിലേക്ക് വരുന്നവരിൽ ദൃഷ്ടി മാറ്റാതെ മേഘൻ അവളോട് ചോദിച്ചു. ഇല്ല. അവൾ നെറ്റി വിളിച്ചുകൊണ്ട് അവന് മറുപടി നൽകി. എന്നാ ശരിക്ക് കണ്ടോ? ആ വരുന്നതാ ഇപ്പോഴത്തെ നിന്റെ കാലൻ. അവൻ തങ്ങൾക്കരികിലേക്ക് നടന്നെടുക്കുന്നവനെ കണ്ണ് കാണിച്ച് പറഞ്ഞു. അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി. തങ്ങൾക്കരികിലേക്ക് വക്രിച്ച ചിരിയോടെ വരുന്ന ഒരു ആചാനബാഹുവിനെ കണ്ടതും അവൾ അറിയാതൊന്നും മിനീരിറക്കിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.